നമസ്കാരം സുഹൃത്തുക്കളെ. 10th മെയിൻസ് 100 ഡേയ്സ് ടൈം ടേബിൾ ഡേ 20 ആയിരുന്നു ഇന്ന്. അപ്പൊ ഇന്നത്തെ ടോപ്പിക്സ് എല്ലാം പഠിച്ച് ഓൾ സെറ്റ് അല്ലേ? അപ്പൊ പരീക്ഷ എഴുതി നോക്കാം. നിർബന്ധമായിട്ടും പരീക്ഷ എഴുതണം. 15 മാർക്കിനാണ് പരീക്ഷ. നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പരീക്ഷ അറ്റൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പരീക്ഷ നിർബന്ധമായിട്ട് തന്നെ എഴുതണം. അപ്പൊ എന്തായാലും പരീക്ഷയിലേക്ക് കടക്കാം. 15 മാർക്കിന് പരീക്ഷ 13 ആയിരിക്കും കട്ട് ഓഫ്. സ്റ്റാർട്ട് ചെയ്യാം. 10th മെയിൻസ് ഡേ 20 എക്സാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ചന്ദനത്തിന്റെ പര്യായ പദങ്ങൾ ഏതെല്ലാമാണ്? തന്നിരിക്കുന്നത് മാലേയം, മലയജം, കാഞ്ചനി, ഗന്ധസാരം. ഓപ്ഷൻ നോക്കി ഉത്തരം എഴുതാം. 2. ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. വസതി, വരവർണിനി, നിശ, കലിക. 3. Which of the following is the synonym of affable? Friendly, pacify, joyous, praise. 4. Which of the following word is similar to habitual? Absurd, culpable, invertebrate, gratify. 5. ചുവടെ തന്നിരിക്കുന്നതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? മത്സ്യബന്ധനം, വൈദ്യുതി ഉൽപാദനം, ഖനനം, വനപരിപാലനം. 6. സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനമാണ് സംയോജിത ശിശു വികസന പരിപാടി. ഈ പരിപാടിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ഏത്? ആദ്യത്തെ പ്രസ്താവന അങ്കണവാടികൾ മുഖേനയാണ് നടപ്പിലാക്കുന്നത്. രണ്ടാമത്തെ പ്രസ്താവന നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം. മൂന്നാമത്തെ പ്രസ്താവന 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ ഗുണഭോക്താക്കളാണ്. നാലാമത്തെ പ്രസ്താവന നിശ്ചിത അളവിൽ പോഷകാഹാരം ലഭ്യമാക്കുന്നു. അപ്പൊ ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ? 7. ചുവടെ തന്നിരിക്കുന്നതിൽ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഏത്? അന്നപൂർണ, അന്ത്യോദയ അന്ന യോജന, സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 8. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം ഏത്? 2005, 2009, 2019, 2013. 9. ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു? റോബർട്ട് ബ്രിസ്റ്റോ, ഹാർവി സ്ലോഗം, ആൽബർട്ട് ഹെൻറി, HV കൊനോലി. 10. ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പുതിയതായി രൂപം നൽകിയ സംവിധാനമാണ് നീതി ആയോഗ്. ചുവടെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ആദ്യത്തേത് വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കൂട്ടുക. രണ്ടാമത്തേത് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക. മൂന്നാമത്തേത് ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. നാലാമത്തേത് പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. 11. ചുവടെ പറയുന്നവയിൽ നിന്നും 9ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല കണ്ടെത്തുക. ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവ്, മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും, സുസ്ഥിര വികസനം. 12. ഹരിത വിപ്ലവത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 1960 മുതൽ 70 വരെയായിരുന്നു 1ാം ഘട്ടം. ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു എന്നുള്ളതായിരുന്നു നേട്ടം. ഹരിത വിപ്ലവത്തിലൂടെ പ്രധാനമായും സ്വയം പര്യാപ്തത കൈവരിച്ച ഭക്ഷ്യധാന്യങ്ങൾ അരി, ഗോതമ്പ് എന്നിവയാണ്. അപ്പൊ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക. 13. ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. 1944 ബോംബെ പദ്ധതി, 1940 ജനകീയ പദ്ധതി, 1938 ദേശീയ ആസൂത്രണ സമിതി, 1948 വ്യാവസായിക നയം. 14. ഒരു കച്ചവടക്കാരൻ 5 രൂപയ്ക്ക് 6 എണ്ണം എന്ന തോതിൽ ചെറുനാരങ്ങ വാങ്ങുകയും 6 രൂപയ്ക്ക് 5 എണ്ണം എന്ന തോതിൽ വിൽക്കുകയും ചെയ്തു. അയാളുടെ ലാഭം എത്ര ശതമാനമാണ്? ഇന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ നോക്കാൻ പറഞ്ഞത്, അതിൽ നിന്നുള്ള ചോദ്യമാണ്. ഓപ്ഷൻ ഉണ്ട്. 15. ഒരു വാച്ച് 15% ലാഭത്തിന് വിറ്റു. അത് 600 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ 50% ലാഭം കിട്ടുമായിരുന്നു. എങ്കിൽ എന്ത് വിലയ്ക്കാണ് ഈ വാച്ച് വിറ്റത്? 460, 400, 500, 550.
ഇത്രയുള്ള ചോദ്യങ്ങൾ. ഇനി ഉത്തരം നോക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ചന്ദനത്തിന്റെ പര്യായ പദങ്ങൾ ഏതെല്ലാമാണ്? മാലേയം, മലയജം, ഗന്ധസാരം. കാഞ്ചനി, കാഞ്ചനി എന്നാൽ മഞ്ഞൾ എന്നാണ് അർത്ഥം. അപ്പോൾ 1, 2, 4 ആണ് ശരി, ഡി. 2, ചുവടെ തന്നിരിക്കുന്നതിൽ നിന്നും ഒറ്റയാനെ കണ്ടെത്തുക. ഇതിലെ ഒറ്റയാൻ എന്ന് പറയുന്നത് കലികയാണ്. വസതി, വരവർണിനി, നിശ എന്നാൽ മഞ്ഞൾ എന്നാണ് അർത്ഥം. വസതി, വസതിക്ക് ഇരിപ്പിടം എന്നും അർത്ഥമുണ്ട്, ഗ്രഹം എന്ന അർത്ഥമുണ്ട്, മഞ്ഞൾ എന്നും അർത്ഥമുണ്ട്. കലിക എന്ന് വെച്ചാൽ എന്താ? പൂമൊട്ട്, അതാണ് കലിക. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ സിനോണിം ഓഫ് അഫബിൾ? അഫബിൾ മീൻസ് ഫ്രണ്ട്ലി ആണ്, ഫ്രണ്ട്ലി, എ. 4, വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് സിമിലർ ടു ഹാബിച്വൽ? ഹാബിച്വൽ എന്ന മീനിങ് വരുന്നത് സി, ഇൻവെർട്ടറേറ്റ്, ഇൻവെർട്ടറേറ്റ് ആണ്. ചുവടെ തന്നിരിക്കുന്നതിൽ പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉൾപ്പെടാത്തത് ബി, വൈദ്യുതി ഉൽപാദനമാ, അത് ദ്വിതീയ മേഖലയിലാണ് ഉൾപ്പെടുന്നത്. മത്സ്യബന്ധനം, ഖനനം, വനപരിപാലനം, അതായത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം പ്രാഥമിക മേഖലയിലാണ് വരുന്നത്. പ്രകൃതി പ്രാഥമികം എന്ന് ഓർത്താൽ മതി. 6, സർക്കാർ തലത്തിൽ നടപ്പാക്കി വരുന്ന പ്രധാന ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രവർത്തനമാണ് സംയോജിത ശിശു വികസന പരിപാടി. ഈ പരിപാടിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് ബി ആണ്. നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്ക് പ്രയോജനം എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. 7, ചുവടെ തന്നിരിക്കുന്നതിൽ സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതി ഏതാ? ഡി ആണ്, സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. 8, ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് അംഗീകരിച്ച വർഷം ഏത്? ഡി, 2013. 9, ഭക്രാനങ്കൽ അണക്കെട്ടിന്റെ നിർമ്മാണത്തിൽ പങ്കെടുത്ത ഏക വിദേശി ആരായിരുന്നു? ബി ആണ്, ഹാർവി സ്ലോഗം, ഹാർവി സ്ലോഗമാണ്. 10, ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പുതിയതായി രൂപം നൽകിയ സംവിധാനമാണ് നീതി ആയോഗ്. ചുവടെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? എ ആണ്, വ്യവസായ സേവന മേഖലകളിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക എന്നുള്ളതാണ് ശരി. ഇവിടെ കൂട്ടുക എന്നല്ലേ തന്നേക്കുന്നത്, അത് തെറ്റാ. 11, ചുവടെ പറയുന്നവയിൽ നിന്നും 9ാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല കണ്ടെത്തുക. സി ആണ്, ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. 12, ഹരിത വിപ്ലവത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഈ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാ, ഡി ആണ് ഉത്തരം, ഇവയെല്ലാം. 13, ചുവടെ തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായ ജോഡി കണ്ടെത്തുക. തെറ്റായ ജോഡി ബി ആണ്. ജനകീയ പദ്ധതിയില്ലേ, പീപ്പിൾസ് പ്ലാൻ, വർഷം 1945 ആണ്. ഉപജ്ഞാതാവാര? MN റോയ്. അടുത്ത ചോദ്യം, ഒരു കച്ചവടക്കാരൻ 5 രൂപയ്ക്ക് 6 എണ്ണം എന്ന തോതിൽ ചെറുനാരങ്ങ വാങ്ങുകയും 6 രൂപയ്ക്ക് 5 എണ്ണം എന്ന തോതിൽ വിൽക്കുകയും ചെയ്തു. അയാളുടെ ലാഭശതമാനം. ഇത് കണ്ടുപിടിക്കാൻ യൂഷ്വലി ചെയ്യുന്നത് എളുപ്പവഴി ഇങ്ങനെയാണ്. എണ്ണം, രൂപ, 2 കോളമായിട്ട് എടുക്കാം. ഇതിൽ ആദ്യം തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ? 5 രൂപയ്ക്ക് 6 എണ്ണം. അപ്പൊ 5 രൂപയ്ക്ക് 6 എണ്ണം എന്ന തോതിൽ അയാൾ ചെറുനാരങ്ങ വാങ്ങി. പിന്നെ 6 രൂപയ്ക്ക് 5 എണ്ണം, 6 രൂപയ്ക്ക് 5 എണ്ണം എന്ന തോതിലല്ലേ വിറ്റത്. അപ്പോൾ അയാള് വിറ്റ വിലയും വാങ്ങിയ വിലയും കണ്ടുപിടിക്കണം, എന്നാലല്ലേ ലാഭം കണ്ടുപിടിക്കാൻ പറ്റൂ. അപ്പോൾ ഇതങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 6 × 6 എന്ന് പറയുമ്പം 36, 5 × 5 എന്ന് പറയുമ്പം 25. ഈ സൈഡിൽ ഈ എണ്ണത്തിന്റെ താഴെ എഴുതുന്നത് കോസ്റ്റ് പ്രൈസ് ആയിരിക്കും, അതായത് വാങ്ങിയ വില. രൂപയുടെ താഴെ എഴുതുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്, വിറ്റ വില. അപ്പൊ കോസ്റ്റ് പ്രൈസ് 25 രൂപ, സെല്ലിംഗ് പ്രൈസ് 36 രൂപ. അപ്പൊ ലാഭമാണോ നഷ്ടമാണോ? വാങ്ങിയ വിലയാണോ വിറ്റ വിലയാണോ കൂടുതൽ? വിറ്റ വിലയല്ലേ കൂടുതൽ, അപ്പൊ ലാഭമല്ലേ. അപ്പൊ ലാഭം, പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്ര രൂപയാ? 36 - 25. 36 - 25 എന്ന് പറയുമ്പോൾ 11 രൂപ. 11 രൂപയാണ് ഇയാൾക്ക് ലാഭം കിട്ടിയത്. ഇനി ലാഭ ശതമാനം അല്ലേ കണ്ടുപിടിക്കേണ്ടത്. ലാഭ ശതമാനം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ലാഭം ഡിവൈഡഡ് ബൈ വാങ്ങിയ വില. വാങ്ങിയ വില 25 × 100. ലാഭം ഡിവൈഡ് ബൈ വാങ്ങിയ വില × 100 ചെയ്താൽ മതി. ക്യാൻസൽ ആയി പോകത്തില്ലേ? 4. അപ്പോൾ 11 × 4 എന്ന് പറയുമ്പോൾ 44% ലാഭം. 44%. അടുത്ത ചോദ്യം, ഒരു വാച്ച് 15% ലാഭത്തിന് വിറ്റു. അത് 600 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ 50% ലാഭം കിട്ടുമായിരുന്നു. എങ്കിൽ എന്ത് വിലയ്ക്കാണ് വിറ്റത്? അപ്പോഴേ ഇവിടെ തന്നിരിക്കുന്നത് 15% ലാഭത്തിനാ വിറ്റത്. അത് 600 രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ, അതായത് സെല്ലിംഗ് പ്രൈസ്
വിറ്റ വിലയില്ലേ, അതാണ് സെല്ലിംഗ് പ്രൈസ്. സെല്ലിംഗ് പ്രൈസ് 600 രൂപയായിരുന്നെങ്കിൽ അയാൾക്ക് എത്ര രൂപ ലാഭം കിട്ടിയേനെ? 50%. അതായത് 150 ലാഭം കിട്ടുന്നത്. 50% ലാഭം 150. ലാഭം എന്ന് പറയുമ്പം 100ന്റെ കൂടെ 50 കൂട്ടുക, 150%. ഇനി കോസ്റ്റ് പ്രൈസ് നമുക്ക് അറിയത്തില്ല, ഞാൻ എക്സ് എന്ന് വിളിച്ചേ. കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100% ആയിരിക്കും. കോസ്റ്റ് പ്രൈസ് എപ്പോഴും എന്തായിരിക്കും? 100% ആയിരിക്കും. അപ്പോൾ ഇവിടെ 4 ക്വാണ്ടിറ്റി ഉണ്ട്, അതിലൊന്നും അറിയത്തില്ല. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? എക്സ് ഇൻറ്റു 150 ഈസ് ഈക്വൽ ടു 600 ഇൻറ്റു 100. 600 ഇൻറ്റു 100. അപ്പോൾ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി 600 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 150 ചെയ്താൽ മതി. സീറോസ് ക്യാൻസൽ ആയി പോയി. 15ഉം 16 കൂടി 4 വരും. അപ്പോൾ 4 ഇൻറ്റു 100 എന്ന് പറയുമ്പം 400 രൂപയ്ക്കാണ് അയാൾ വാച്ച് വാങ്ങിയത്. 400 രൂപയ്ക്കാണ് വാച്ച് വാങ്ങിയത്. പിന്നെ അപ്പോൾ കോസ്റ്റ് പ്രൈസ് കിട്ടിയേ. ഇപ്പോൾ ഒരു വാച്ച് 15% ലാഭത്തിനല്ലേ അയാൾ വിറ്റത്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 400 രൂപയാണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 400 രൂപ. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എപ്പോഴും 100% ആയിരിക്കും. 100%. അയാൾ വിറ്റ വിലയല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വിറ്റ വിലയ്ക്ക് ഞാൻ എക്സ് എന്ന് വിളിച്ചു. അപ്പോൾ അയാൾ എത്ര ശതമാനത്തിനാണ് വിറ്റത്? 15% ലാഭത്തിന്. അപ്പോൾ ലാഭം ആകുമ്പം 100 കൂട്ടണം, 115. അപ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വീണ്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എക്സ് ഇൻറ്റു 100 ഈസ് ഈക്വൽ ടു 400 ഇൻറ്റു 115. 400 ഇൻറ്റു 115. അപ്പോൾ എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സീറോസ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. സീറോസ് ക്യാൻസൽ ചെയ്തു. 115 ഇൻറ്റു 4 എന്ന് പറയുമ്പം എത്രയാ? 460. 460 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. എ ആണ് ഉത്തരം. 460 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. എ. ഓക്കെ, അപ്പൊ ഇത്രയായിരുന്നേ 15 ചോദ്യം. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ ഒരുവിധം കിട്ടിയെന്ന് വിചാരിക്കുവാണ്. നിങ്ങൾ മാർക്കൊന്ന് താഴെ കമന്റ് ചെയ്തേക്കണേ. നാളെ ഡേ 21, നാളെ പഠിക്കാനുള്ള ടോപ്പിക്സും അതുപോലെ നമ്മുടെ ടൈം ടേബിൾ ഓൾറെഡി ഞെട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ടെലഗ്രാമിൽ കയറി ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൽ ടോപ്പിക്സ് എവിടെ നിന്നൊക്കെയാണ് പഠിക്കാനുള്ളത്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസും ഞാൻ തരാം, ടൈം ഷെഡ്യൂളും തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം. വീണ്ടും കാണാം. താങ്ക് യു.